നാസയും റോസ്കോസ്മോസും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 50 മേഖലകളിൽ ചോർച്ച കണ്ടെത്തിയതായി നാസ OIG റിപ്പോർട്ട് ചെയ്തു. ISSന്റെ റഷ്യൻ ഭാഗത്താണ് ഈ ചോർച്ച. ഇത് 2019-ലാണ് കണ്ടെത്തിയത്. ഈ ചോർച്ച പലതവണ അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും വിജയമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഹാച്ച് കഴിയുന്നത്ര അടച്ചിടാൻ റോസ്കോസ്മോസ് നാസയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ISSന്റെ അമേരിക്കൻ ഭാഗത്താണ് യാത്രികർ ഇപ്പോൾ താമസിക്കുന്നത്. എപ്പോഴും രക്ഷപ്പെടാനുള്ള വാഹനം സമീപം നിർത്തിയിട്ടുണ്ട് എന്ന് നാസ അറിയിച്ചു. 5 വർഷം മുമ്പാണ് ഈ ചോർച്ച ആദ്യമായി കണ്ടെത്തിയത്. 2030 വരെ പൂർണ്ണമായും ഉപയോഗിക്കാനും സുരക്ഷിതമായി പ്രവർത്തിക്കുവാനും നാസ പ്രതിജ്ഞാബദ്ധമാണ്. അതിനു പുറമെ നാസ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഡീകമ്മീഷൻ ചെയ്യുന്നതിനുള്ള നിരവധി ഓപ്ഷനുകൾ പരിശോധിക്കുന്നുണ്ട്. ഒന്നുകിൽ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരിക, ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് ഉയർത്തുക, അല്ലെങ്കിൽ വിദൂര സമുദ്രമേഖലയിലേക്ക് റീ എൻട്രി നടത്തുക തുടങ്ങിയ നിരവധി ഓപ്ഷനുകൾ ഇതിനോടകം നോക്കുന്നുണ്ട്.